എളിമ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടും. അത് സ്വഭാവത്തിൻ്റെ സൗന്ദര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യുന്നതിയിൽ നിൽക്കുന്ന ലോകത്തിൻ്റെ നേതാവാണല്ലോ. എന്നിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. ഭരണാധിപന്റെ സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ തട്ടിലുള്ളവരോടും കൂട്ടുകൂടിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളിമയും വിനയവും സ്നേഹവും കാരുണ്യവും എല്ലാ നല്ല സ്വഭാവങ്ങളും അത് കണ്ടിട്ടാണല്ലോ ലക്ഷങ്ങൾ മുത്തുനബിയിലേക്ക് ആകൃഷ്ടരായതും ഇപ്പോഴും ആകൃഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഷാഹിർ ബിൻ ഹറം റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്. അദ്ദേഹം വിദൂര ദിക്കുകളിൽ പോയി സാധനങ്ങൾ വാങ്ങി ഇവിടെ മദീന ചന്തയിൽ കൊണ്ട് ഒന്ന് വിൽക്കലായിരുന്നു രീതി. അതിൽ നല്ല നല്ല വസ്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ കൊടുക്കും. അദ്ദേഹം മുത്തുനബിക്ക് സമ്മാനം കൊടുക്കുമ്പോൾ തിരിച്ചതേപോലെ മുത്തുനബിയും പല സമ്മാനങ്ങളും അദ്ദേഹത്തിനും കൈമാറാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ചന്തയിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്നു. എന്നിട്ട് അദ്ദേഹം അറിയാതെ ബേക്കിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കരവലയത്തിൽ നിന്ന് വിടിയിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ അടിമയെ വാങ്ങാൻ ആരുണ്ട്? ഷാഹിർ ബിൻ ഹറം റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടുണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ മുത്തുനബിയാണെന്ന്. കൂടി നിൽക്കുന്നവരോട് മുത്തുനബി ചോദ്യം ചോദിച്ചപ്പോ ഉടനെ ഷാഹിർ ബിൻ ഹറം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ മുത്തുനബിയെ, ആരെങ്കിലും എന്നെ നല്ല വിലക്ക് വാങ്ങുമോ മുത്തുനബിയെ? എന്നെ ആർക്കാണ് ആവശ്യം? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഹിർ ബിൻ ഹറം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജനങ്ങൾക്ക് താങ്കളെ വേണ്ടെങ്കിൽ അല്ലാഹുവിന് നിങ്ങളെ വേണം. നിങ്ങൾ അമൂല്യ രത്നത്തിന് ഉടമയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരേക്ക് ഇറങ്ങിച്ചെന്ന് കളിയും തമാശയിലും ഏർപ്പെട്ട് അവരുടെ കൂടെ ഒരു രസവും പകർന്ന് ജീവിതത്തിൽ അനുഭൂതികൾ ഉണ്ടാക്കി തരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ ഉൾക്കൊള്ളുവാനും അവിടുത്തെ പിൻപറ്റുവാനും അവിടുത്തെ ഇഷ്ഖ് വെക്കുവാനും അവിടുത്തെ മുഹബ്ബത്ത് വെക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.